Welcome to Garam Masala, the magic spices of cooking. ഇന്ന് നമുക്ക് മയണൈസ് കേക്ക് അല്ലെങ്കിൽ മയണൈസ് പോലെ തയ്യാറാക്കിയെടുക്കാം. ഇതിനെ നമുക്ക് നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത്. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ബേസ് ആണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. ഇതിനുവേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. വലിയ സവാളയാണിത്. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായി വഴന്നു വരണം. അതുവരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ സ്പൈസസിന്റെ റോസ്മെൽ ഒന്ന് പോകണം. ഇനി നമുക്ക് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ബോൺലെസ് ചിക്കൻ ആണിത്. ഈ ചിക്കന് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ഇതിനെ ഷ്രെഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. ഈ ചിക്കനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ കൂടെ ചേർക്കാം. 1-2 മിനിറ്റ് കൂടെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് 1 മുട്ട, 3 മുട്ടയുടെ മഞ്ഞ ഇവ എടുക്കാം. നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ മസാല ചേർക്കാം. ചിക്കൻ മസാല ചൂടുണ്ടാകരുത്. ഇതിന് നമുക്ക് മുട്ടയുടെ മിക്സിലോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ പോള സെറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി സോസ് പാനോ പ്രഷർ കുക്കറോ എടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പാനിനെ ഒന്ന് ചുഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ ചിക്കന്റെയും എഗ്ഗിന്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇതിനെ വെരി ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം. എഗ് മിക്സ് ഒന്ന് ഈ ചിക്കൻ മിക്സ് ഒന്ന് സെറ്റായി വന്നാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് മയണൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി നമുക്കൊരു ബ്ലെൻഡർ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 എഗ് വൈറ്റ് എടുക്കണം. നമ്മൾ നേരത്തെ 4 മുട്ടയാണ് എടുത്തത്. അതിലെ 3 മുട്ടയുടെ എഗ് വൈറ്റ് ആണിത്. ഇതിലോട്ട് നമുക്ക് 2 വലിയ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. ഇനി നമുക്ക് മിക്സി ഓൺ ചെയ്യാം. ഇത് നന്നായി അരഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. മിക്സി ഓഫ് ചെയ്യാതെ ചെയ്യുന്നതാണ് നല്ലത്. ഏകദേശം 1/4 കപ്പോളം വേണ്ടിവരും. നമ്മുടെ മയണൈസ് ഒന്ന് തിക്കായി വരണം. അതുവരെ നമുക്കിതിനെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മയണൈസ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കേക്കിന്റെ ബേസും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മയോണൈസിനെ ഇതിന്റെ മുകളിലായി ഒഴിക്കാം. ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ചു വെക്കാം. 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ നേരത്തെ ചിക്കൻ മിക്സിനെ പാനിന്റെ മുകളിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേ പൊസിഷനിൽ തന്നെ വെച്ചാൽ മതി. നമ്മുടെ മയണൈസിന്റെ ലെയർ നല്ല സോഫ്റ്റ് ആയിരിക്കണം. പുഡിംഗ് പോലെ സോഫ്റ്റ് ആയിരിക്കണം. പനീർ പോലെ ഹാർഡ് ആകരുത്. 3 മിനിറ്റിലധികം വെച്ചാൽ ഹാർഡായി പോകും. നമ്മുടെ മയണൈസ് പോലെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഇതിനെ തുറന്നു വെക്കാം, അടച്ചു വെക്കരുത്. തണുത്തതിനു ശേഷം നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മുടെ മയണൈസ് പോലെ തയ്യാറായി. നമുക്കിതിനെ ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, ടൊമാറ്റോ ഇവ കൊണ്ടെല്ലാം ഗാർണിഷ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.